അതിലേക്ക് തന്നെ വരാം. നമ്മളെ നബി ആടിനെ മേടിച്ചിട്ടുണ്ട്. മുത്തുനബി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒറ്റ ചങ്ങാതി അബൂബക്കർ തങ്ങളും ഒരു മലഞ്ചെരിവിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഓൾക്ക് രണ്ടാൾക്ക് നല്ല ദാഹവുമുണ്ട്. അപ്പോഴാണ് അതുവഴി ഒരാട്ടിടയൻ അങ്ങനെ നടന്നു വരുന്നതും വെള്ളം നിറച്ച് ആടുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കുറച്ച് പാല് തരുമോ എന്ന് ആട്ടിടയനോട് ചോദിച്ചു. ആട്ടിട പറഞ്ഞു, നടക്കൂല, എന്റെ യജമാനൻ ഉക്കുബത്തിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. എന്റെ യജമാനൻ ഉക്കുബത്തിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസം ഞാൻ കളയാൻ സമ്മതിക്കില്ല. എന്റെ യജമാനന്റെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് പാല് തരാൻ എന്നെ കൊണ്ടാവൂല. അപ്പൊ നബി ഒരു ചോദ്യം ചോദിച്ചു, ഈ കൂട്ടത്തില് തീരെ പാലില്ല പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയ ആടാള് ഏതെങ്കിലും ഉണ്ടാവോ ചോദിച്ചു. അപ്പൊ ആട്ടിനെ പറഞ്ഞു, അതാ ആ കാണുന്ന രണ്ടെണ്ണം, ഐറ്റിങ്ങൾക്ക് തീരെ പാലില്ല. അപ്പൊ നബി എന്താ കാട്ടിയെന്നറിയാം? ബിസ്മി ചൊല്ലി ആ ആടാൾ അകിടിയിൽ തടവിയാണ്ട് പഠിച്ചോനോടൊരു തോർക്കലുണ്ട് തോർന്നു. ഇതൊക്കെ അത്ഭുതത്തോടെ ഇടി കൊണ്ട പോലെ ആട്ടിടയും കാണുന്നുണ്ട്. ആ ആടാൾ അകിടിയിൽ മറ്റേ ആടാളെയും കാട്ടിലും പാല് നിറഞ്ഞു തുളുമ്പി. നബിയും സിദ്ദീഖ് തങ്ങളും ഒരു പാത്രം കൊടുത്തു. നബി ആ പാത്രത്തിൽ പാൽ കളഞ്ഞെടുത്ത് നബിയും സിദ്ദീഖ് തങ്ങളും മതിയാവോളം കുടിച്ചു. ബാക്കിയുള്ളത് ആ ആട്ടിടയനും കൊടുത്തു. ആട്ടിടയന് ഇതൊക്കെ പാടിയപ്പോ ആട്ടിടയന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുളിര് കയറിയില്ലേ. ആട്ടിടയന് നബിയോട് പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് നബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്കും കൂടി ആ സീക്രട്ട് ദിക്ർ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. നബി വളരെ സന്തോഷത്തോടെ ആ ആട്ടിടയനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തല തടവി ദുആ ചെയ്തു. ഈ ആട്ടിടയന് ഈ ആടാളൊക്കെ മേടിച്ച് നടക്കുന്ന ഈ ആട്ടിടയന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? ഒരു ക്ലൂ തരാം. നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. അതെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ. ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സ്വഹാബിയായി മാറിയ ഒരു ആട്ടിടയന്റെ പ്രയാണം. ഇതാണ് എൻ്റെ കഥ. എൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും.